ദൃക്സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകം. 40 അടി താഴ്ചയുള്ള മൂടപ്പെട്ട ഒരു കിണറ്റിൽ നിന്നും തുണിക്കെട്ടുകളിലാക്കി കിട്ടിയ കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ. വെറുമൊരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായി മാറിയേക്കാമായിരുന്ന സഫിയ എന്ന 13 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് ഈ അസ്ഥി കഷ്ണങ്ങളിലൂടെയാണ്. കർണാടകയിലെ മടിക്കേരി സ്വദേശിനിയായിരുന്നു സഫിയ. വീട്ടിലെ പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായാണ് സഫിയയുടെ ബന്ധുക്കൾ മൂളിയാർ സ്വദേശിയായ ഹംസയുടെ വീട്ടിലേക്ക് അവളെ ജോലിക്കായി അയക്കുന്നത്. ഗോവയിലെ സർക്കാർ നിർമ്മാണങ്ങളുടെ വർഷങ്ങളായുള്ള കോൺട്രാക്ടറായിരുന്നു ഹംസ. 2006 ഡിസംബറിൽ മസ്തികുണ്ടിലെ തന്റെ വീട്ടിൽ നിന്നും സഫിയെ കാണാനില്ലെന്ന് കാണിച്ച് ഹംസ പോലീസിൽ പരാതി നൽകുകയുണ്ടായി. ഈ വിവരം സഫിയുടെ വീട്ടുകാരെയും അറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി 1.5 വർഷം പിന്നിട്ടിട്ടും സഫിയുടെ തിരോധാനത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. അങ്ങനെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സഫിയ കൊല്ലപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു. സഫിയ കേസ് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഈ സഫിയ കേസ്. അപ്പൊ നമ്മൾ ഇത് തുടക്കത്തിൽ എന്തുകൊണ്ട് സഫിയ മർഡർ കേസ് എന്ന് പറയുന്നില്ല എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. കാരണം നമ്മൾ ഒരു സഫിയ മിസ്സിംഗ് കേസിലാണ് ഈ കേസ് ബിഗിൻ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ക്രൈംബ്രാഞ്ച് ടീമിന്റെ അന്വേഷണ മികവിന്റെ അല്ലെങ്കിൽ ആ പ്രൊഫഷണലിസത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ എങ്ങനെ ഒരു മിസ്സിംഗ് കേസ് അത് ഇതിനിടയിൽ വെച്ച് ഒരു ആക്സിഡന്റൽ ഡെത്ത്, അതിനും എൻഡില് അതെങ്ങനെ ഒരു മർഡർ ആയിരുന്നു എന്ന് നമ്മൾ ട്രേസ് എവിഡൻസ് വെച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് കേസ് സ്റ്റഡിയും കൂടിയാണ്. അപ്പൊ ഇവിടെ ഈ സഫിയ എന്ന് പറയുന്ന ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഒരു വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ 6ാം ക്ലാസ്സിലെ അവർക്ക് സാമ്പത്തിക ശേഷി കുറഞ്ഞതുകൊണ്ട് പഠനം 6ാം ക്ലാസ്സിൽ നിർത്തി. അപ്പൊ അങ്ങനെ പഠനം നിർത്തി നിൽക്കുന്ന ഈ കുട്ടിയെ ഒരു ഇടനിലക്കാരൻ ചെന്നിട്ട് ഈ നിർധനരായിട്ടുള്ള പേരൻസിനോട് പറഞ്ഞു, അതിന് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ കാസർഗോഡുണ്ട്. അപ്പൊ ഈ സഫിയ എന്ന് പറയുന്ന കുട്ടി കർണാടകക്കാരിയാണ്. അപ്പൊ കാസർഗോഡുകാരൻ ഒരു കോൺട്രാക്ടർ, റിച്ച് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ട്, ഹംസ എന്നാണ് പേര്. അയാളുടെ വീട്ടിലേക്ക് ഈ കുട്ടിയെ വിടുകയാണെങ്കിൽ ആ കുട്ടി അവരുടെ വീട്ടിലെ ചെറിയ കുട്ടിയുമായിട്ട് ഈ കുട്ടി കളിച്ചുകൊണ്ടിരുന്നാൽ മതി, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുകയൊന്നും വേണ്ട. അത് മാത്രമല്ല, ഈ കുട്ടിയെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ പഠിപ്പിക്കുകയും തുടർന്ന് ഈ കുട്ടിയുടെ വിവാഹ പ്രായമാകുമ്പോൾ നല്ലൊരു എമൗണ്ട് കല്യാണം കഴിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് തരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ ഇടനിലക്കാരൻ പറഞ്ഞപ്പോൾ വീട്ടുകാർ ഓർത്തു, ഇത് നല്ലൊരു ഓഫറാണല്ലോ. അങ്ങനെ ഈ ഹംസ എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് ഈ കുട്ടിയെ പറഞ്ഞയക്കുന്നു. അപ്പൊ അവിടെ നിന്ന് പിന്നീട് ഈ കുട്ടി, അപ്പൊ ഈ ഹംസയ്ക്ക് അയാൾക്ക് റിച്ച് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഗോവയിലാണ് അയാളുടെ കോൺട്രാക്ട് വർക്കെല്ലാം. അപ്പൊ ഈ പേരൻസിന്റെ അനുവാദം ഇല്ലാതെ ഈ കുട്ടിയെ ഗോവയിലേക്ക് കൊണ്ടുപോകും. ഗോവയിൽ ഇയാൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ ഈ കുട്ടി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ കർണാടകയിലുള്ള ഒരു അയൽവാസിയായിട്ടുള്ള ഒരാളുടെ ലാൻഡ് ഫോൺ വഴിയാണ് വല്ലപ്പോഴും ഈ കുട്ടിയുമായിട്ടൊരു കോണ്ടാക്ട് ഈ പേരൻസിന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഈ കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കുട്ടി ഉണ്ട് ഇല്ല എന്നുള്ള ഈ 2 അക്ഷരത്തിലെ ഉത്തരങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കലാണ്. അത് കഴിഞ്ഞ് ഈ വീട്ടുകാർ വന്ന് ഈ ഫോണ് പിടിച്ചു വാങ്ങല്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടു. മാത്രമല്ല, ഈ കുട്ടിയെ പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ഇത് പന്തികേട് മനസ്സിലാക്കി പേരൻസ് പറഞ്ഞു, അപ്പൊ ഈ പേരൻസിന്റെ അനുവാദം ഇല്ലാതെയാണ് ഈ കുട്ടിയെ ഗോവയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ തുടർന്ന് ഇനി അവിടെ നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഗോവയ്ക്ക് വരികയാണ്, കുട്ടിയെ വിട്ടുതരണം. അപ്പോൾ ഈ ഹംസ പറഞ്ഞു, അതിന് ഗോവയിൽ വരെ വരാനുള്ള ബസ് ചാർജൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പൊ നമ്മൾ അടുത്ത റംസാന് നാട്ടിൽ വരാം, അപ്പൊ കുട്ടിയെ നാട്ടിലെത്തിച്ചു തരാം. അതൊരു നല്ല ഒരു ഓഫറാണല്ലോ എന്ന് വിചാരിച്ചവര് ഈ റംസാൻ വരെ കാത്തിരിക്കുന്നു. അപ്പൊ റംസാനായി ഈ ഹംസ അവരുടെ ഫാമിലി ഒക്കെ നാട്ടിലെത്തി. പക്ഷെ ഈ കുട്ടിയെ കാണുന്നില്ല. അപ്പൊ സഫിയ എവിടെ പേരൻസ് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് അടുത്ത ബക്രീദ് ആകട്ടെ, ഉറപ്പായിട്ട് കുട്ടിയെ നാട്ടിലെത്തിച്ചു തരാം. അങ്ങനെ വീണ്ടും ഇവര് ബക്രീദ് വരെ കാത്തിരുന്നു. അപ്പൊ അല്ല, ഞങ്ങൾ ഗോവയിലേക്ക് വരികയാണ് എന്നിവർ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചു തരാം കുട്ടിയെ ബക്രീദിൽ. അപ്പൊ അങ്ങനെ ഈ പേരൻസ് അത് വിശ്വസിച്ചു ബക്രീദ് വരെ കാത്തിരുന്നു. ബക്രീദായി. ഹംസയുടെ കുട്ടി, വൈഫ് ഇവരെല്ലാം നാട്ടിലെത്തി. അപ്പോൾ ഈ പേരൻസിന് ഒരു കോള് വരികയാണ്, കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കൈയോടെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ പേരൻസ് വളരെ ഹാപ്പിയായി. അപ്പോൾ കുട്ടിയെ കാണാനുള്ള ആഗ്രഹത്തിൽ അവർക്ക് 2 പേർക്കും കൂടി ഹംസയുടെ വീട്ടിലേക്ക് കാസർഗോഡ് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ സാമ്പത്തിക ശേഷി മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഇനി ഒരാൾ തന്നെ വരിക എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ ഒരു കഷ്ടം പിടിച്ച അവസ്ഥയായിരുന്നു. കാരണം അവർക്ക് വല്ലപ്പോഴുമാണ് ഒരു പണി കിട്ടുന്നത്. ആ പണിക്ക് ഒരു ചെറിയ എമൗണ്ട് കിട്ടും. അങ്ങനെയാണ് അവര് കുടുംബം പുലർത്തി പോന്നിരുന്നത്. ഈ സമീപ കാലഘട്ടത്തിലായിട്ട് പണിയും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്നു. നാട്ടിലേക്ക് വരാൻ ഫാദർ മാത്രം നാട്ടിലേക്ക് വരാനുള്ള ഒരു അറേഞ്ച്മെന്റ്
അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സാമ്പത്തികം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു ഉപായം, അയൽവാസിയായ കർഷകനോട് കുറച്ച് ഇഞ്ചി കടം വാങ്ങി ആ ഇഞ്ചി കുടകിൽ കൊണ്ടുപോയി വിറ്റു. അതിന് കിട്ടിയ പൈസ കൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള വണ്ടിക്കൂലി സ്വരൂപിക്കുന്നു. അതിൽ നിന്ന് 15 രൂപ കൊടുത്ത് 1 കിലോ നെല്ലിക്കയും കൂടെ വാങ്ങുന്നു. നെല്ലിക്ക ഈ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ ഈ കുട്ടിയെ കാണാൻ വരുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് 1 കിലോ നെല്ലിക്കായും ഒക്കെ വാങ്ങി കാസർഗോഡുള്ള ഹംസയുടെ വീട്ടിലെത്തുന്നു. അപ്പൊ അങ്ങനെ ഈ അച്ഛൻ ഹംസയുടെ വീട്ടിലെത്തിയപ്പോൾ മാന്യമായ വേഷം ധരിച്ച 2-3 ആൾക്കാർ ഇവരുടെ വീട്ടിലുണ്ട്. ഈ ഹംസ ഇളയ കുട്ടിയെ തോളത്തിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ നെല്ലിക്ക ഇളയ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് സഫിയയ്ക്ക് കൂടി കൊടുക്കണേ, അവർക്ക് ഈ നെല്ലിക്ക വലിയ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അവർ അവിടെ നിന്നു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. ചുറ്റുമൊക്കെ നോക്കി, സഫിയെ കാണുന്നില്ല. അപ്പൊ ഈ അച്ഛൻ, എന്താണ് സഫിയെ കാണുന്നില്ലല്ലോ, കുട്ടി എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഹംസ പറഞ്ഞു, അതെ, ഒരു ചെറിയ വിഷയമുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഈ കുട്ടിയും ആ കുട്ടിയും കൂടെ മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ സഫിയെ കാണാതാവുന്നു. അപ്പൊ നമുക്ക് വിഷമിക്കാനൊന്നുമില്ല, നമുക്കൊന്ന് ആദൂർ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അപ്പൊ അവിടെ മാന്യമായ വേഷം ധരിച്ച അവര് 3 പേരും, ഹംസയും സഫിയുടെ അച്ഛനും കൂടി ആദൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മിസ്സിംഗ്, പെൺകുട്ടിയെ കാണാനില്ല, കേസ് ഫയൽ ചെയ്യുന്നു. കുട്ടിയുടെ അച്ഛനാണ് കേസ് ഫയൽ ചെയ്യും, കുട്ടിയുടെ അച്ഛനെ കൊണ്ട് കേസ് ഫയൽ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ പിന്നീട് ലോക്കൽ പോലീസിന്റെ അന്വേഷണമായി. അപ്പൊ ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പേരൻസിനെ, കർണാടകയിലുള്ള പേരൻസിനെ വിളിച്ചു വരുത്തി പല ദിവസം ചോദ്യം ചെയ്യുകയാണ്. ഈ കർണാടകയിലുള്ള പേരൻസിന് ഈ കുട്ടിയുടെ വേറെ ബേർഡ്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവരുടെ വീട്ടിൽ വെച്ചല്ല ഈ കുട്ടി മിസ്സാകുന്നത്. ഹംസയുടെ കാസർഗോഡുള്ള വീട്ടിൽ വെച്ചാണ് കുട്ടി മിസ്സാകുന്നത്. എങ്കിലും നമ്മുടെ അന്വേഷണം ആ രീതിയിലാണ് പോകുന്നത്. ഈ അന്വേഷണം എവിടെയും എത്തുകയില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാകുന്നു. നാട്ടുകാരെ ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്യുന്നു. അവര് കളക്ടറേറ്റിൽ ഇൻഡെഫിനിറ്റ് സത്യാഗ്രഹം ആരംഭിക്കുന്നു. നമ്മളുടെ സുഗതകുമാരി ടീച്ചർ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അപ്പൊ മാഡം ഒക്കെ അവിടെ ഇതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ നിരന്തരമായ റിക്വസ്റ്റ്, ഒരു പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിനെ കാണാതായിട്ട് അതിന് ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ അതിലൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ആ രീതിയിൽ അവർ ഒരുപാട് ഒച്ചപ്പാട് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതില് 2006 ഒരു ഡിസംബറിലാണ് കുഞ്ഞിനെ കാണാതാകുന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ 2008 നമ്മുടെ ക്രൈംബ്രാഞ്ച് ടീം ഈ കേസ് ഏറ്റെടുക്കുന്നത്. അപ്പൊ ക്രൈംബ്രാഞ്ച് ടീം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന നമ്മുടെ ഇന്നത്തെ അക്കാഡമി IG KP ഫിലിപ്സ് സാറ്, തന്നെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള KV സന്തോഷ് സാറ് DYSP. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു അന്വേഷണ ടീമിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവര് ഇങ്ങനെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ് ആരംഭിച്ചത്. അവരാദ്യമായിട്ട് ഫോക്കസ് ചെയ്ത ഒരു കാര്യം ഈ കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് പല പല രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. അപ്പൊ അവര് നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വാഹനം കടന്നു വരുമ്പോൾ ചെക്ക് പോസ്റ്റിലൊരു രേഖ സൂക്ഷിക്കുന്ന ഒരു പണിയുണ്ടല്ലോ. അപ്പൊ അവിടെയുള്ള ആ രേഖ പരിശോധിച്ചു. അപ്പൊ അങ്ങനെ പരിശോധിച്ചപ്പോൾ അതിൽ കാണുന്നത് ഇവര് ഹംസ, ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഹംസ, വൈഫ്, അവരുടെ കുട്ടി, 3 ആൾക്കാര്. അപ്പൊ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു 3+1. അപ്പൊ +1 എന്ന് പറയുന്നത് 4ാമത്തെ ആള്. 4 എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ 3+1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥര് അവിടെയുള്ള ഈ ചെക്ക് പോസ്റ്റ് കീപ്പ് ചെയ്യുന്ന അവരുടെ ഓഫീസർ ഇൻചാർജിനെ മീറ്റ് ചെയ്തു, വേണ്ട ചോദ്യങ്ങൾ നടത്തി. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ചിലപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ ഈ രജിസ്റ്റർ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് എൻട്രി ഒക്കെ വരുത്തിയതിന് ശേഷം ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കാനുള്ള അവസരം കിട്ടാത്ത സാഹചര്യവും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതായിരിക്കും, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ല ബലമായ സംശയമുണ്ട് ഈ കുട്ടി നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഹംസയുടെ വീട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, ഹംസയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, എല്ലാ റിലേറ്റീവ്സും പറയുന്നുണ്ട് കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മ പറയുന്നു, ഞാനല്ലേ വാതിൽ തുറന്നു കൊടുത്തത്, ഓള് ഇവിടെ വന്നതാ. അപ്പൊ ഇങ്ങനെ അവരെല്ലാം റിലേറ്റീവ്സ് എല്ലാം കറക്റ്റ് ഉറപ്പിച്ചു പറയുന്നു ഈ കുട്ടി നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് റെക്കോർഡിക്കലായിട്ട് നാട്ടിലെത്തിയെന്ന് ഉള്ളതിനെ കുറിച്ച് ഉള്ള സംശയം ഇപ്പോഴും ബാക്കിയാണ്.
അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഈ ക്രൈം ബ്രാഞ്ച് ടീം അന്വേഷണം ആരംഭിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അപ്പൊ ഒരു ടീം ചെന്നിട്ട് ഈ വീട്ടുകാരോട് പറയുന്നുണ്ട്, ഇവർക്ക് ഉമ്മായിക്ക് 2 മക്കളാണുള്ളത്, ആൺമക്കള്, ഹംസയും ഒരു അനിയനുമാണ് ഉള്ളത്. നിങ്ങളുടെ മൂത്ത മകൻ എന്തായാലും ഇപ്പൊ ഈ കുട്ടിയെ മിസ്സായിട്ടുള്ള കേസിൽ അകത്താവും. നിങ്ങളുടെ ഇളയ മകന് എന്തോ കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, അതാണ് ഇപ്പൊ ഈ കുട്ടിയെ കാണാതായിട്ടുള്ളത്. അതെന്താണെന്ന് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇളയ മകനെയെങ്കിലും രക്ഷിക്കാം. അപ്പോൾ ഈ ഉമ്മ പറയുകയാണ്, പെട്ടെന്ന് കാഷ്വലായിട്ട് പറയുകയാണ്, അതിന് ഓള് ഇവിടെ വന്നിട്ട് വേണ്ടേ എൻ്റെ ഇളയ മകൻ എന്തെങ്കിലും കയ്യബദ്ധം പറ്റാൻ. അപ്പോൾ യാദൃശ്യമായിട്ട് ഇവരുടെ വായിൽ നിന്ന് സത്യം പുറത്തു വരികയാണ്, കുട്ടി ഇവിടെ നാട്ടിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇതുവരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഹംസ മറുപടി പറയുന്നത്. ഓരോ മറുപടിയും എങ്ങനെ പറയണമെന്നുള്ളത് അതിനെ വക്കീലിനെ അഡ്വൈസ് സ്വീകരിച്ചൊക്കെയാണ്. ഇതിനോടൊക്കെ നമ്മുടെ ക്രൈംബ്രാഞ്ച് ടീമിന് മനസ്സിലായി ഹംസ വക്കീലുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യവും മനസ്സിലായി. അപ്പോൾ ഹംസയ്ക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നുള്ളത് പോലീസിന് വ്യക്തമാണ്. അപ്പൊ അതിനിടയിലാണ് ഈ ഉമ്മയുടെ ഈ റെവലേഷൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണ്ടേ. അപ്പൊ കുട്ടി ഇവിടെ വന്നിട്ടില്ല എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഹംസയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹംസ സത്യം പറയുന്നു, ശരിയാണ്, ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അവിടെ വെച്ചൊരു അബദ്ധം ഉണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതായത് ഗോവയില് ഫ്ലാറ്റിൽ ഇയാള് തിളച്ച കഞ്ഞി, കുക്കറിൽ തിളച്ച കഞ്ഞി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ സ്ലാബിനടിയിലിരുന്ന് കുട്ടി എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തിളച്ച വെള്ളം കുട്ടിയുടെ ദേഹത്തേക്ക് വീണു. അങ്ങനെ ദേഹത്ത് പൊള്ളലുണ്ടായി. അപ്പൊ പൊള്ളലുണ്ടായപ്പോൾ ഒരു റൂമിലേക്ക് ഇട്ട് അടച്ചു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, കുട്ടിയും മറ്റൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അവരാരും അറിഞ്ഞില്ല. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? അപ്പൊ കടയിൽ പോയിട്ട് ഈ പൊള്ളൽ വലുതായപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് പാരസെറ്റമോൾ ഗുളിക വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊള്ളലെല്ലാം വലുതായി, കുട്ടി മരിച്ചു. അതെന്താണ് ഈ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നത്? അപ്പോൾ പാരസെറ്റമോൾ ഗുളിക കൊടുക്കാതെ പൊള്ളലിന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ കുട്ടി മരിക്കാതെ നമുക്ക് രക്ഷിക്കാമായിരുന്നല്ലോ. എന്താണത്? അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ബാലവേലയ്ക്ക് പിടിക്കപ്പെടും. അപ്പോൾ 13 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് സഫിയ. ബാലവേലയ്ക്ക് പിടിക്കപ്പെടും. അപ്പോൾ അവിടെ വെച്ചിങ്ങനെ ഒരു മരണം ഉണ്ടായി, അതൊരു മിസ്സിങ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ ഒരു കാരണവശാലും ഒരിക്കലും റിവീൽഡ് ആകില്ല, സുഖമായിട്ട് രക്ഷപ്പെടാം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് കാസർഗോഡ് ഒന്ന് മിസ്സിംഗ് ഫയൽ ചെയ്തത്, കേരളത്തിൽ മിസ്സിംഗ് ഫയൽ ചെയ്തത്. അപ്പൊ ഇങ്ങനെ മരിച്ചു. ഇനി മരിച്ചു കഴിഞ്ഞു, ഇനി അടുത്തത് ബോഡി ഡിസ്പോസലാണ്. അപ്പൊ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് ഹംസ സ്വീകരിച്ച മാർഗം അതും വളരെ വിചിത്രമാകുന്നു. അപ്പോൾ ഹംസയ്ക്ക് അവിടെ വളരെ റിച്ച് ആയിട്ടുള്ള കോൺട്രാക്ട് ബിസിനസ് ഉണ്ട്, പുതിയതായിട്ടൊരു കോൺട്രാക്ട് വർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷനാണ് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ഓഫർ. അപ്പോൾ ഈ ഡാമിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് വർക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു സബ് കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നമുക്ക് കുറച്ചധികം വർക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വേണമല്ലോ, നമുക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു കിണർ കുത്തണം. അപ്പോൾ ആ സബ് കോൺട്രാക്ടർ പോയിട്ടൊരു കിണർ കുത്തി. അപ്പോൾ കിണറൊക്കെ കുത്തി റെഡിയായി, വെള്ളം കണ്ടു. അപ്പോൾ വെള്ളം കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഹംസ പറഞ്ഞു ഓക്കെ. അതിനുശേഷം അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ ഹംസ ഈ ബോഡി എല്ലാം കട്ട് ചെയ്ത് പീസാക്കി ബിഗ് ഷോപ്പറിലാക്കി ഒരു കാറിന്റെ ഡിക്കിയിലാക്കി അവിടെ കൊണ്ടുപോയി കുഴിക്കകത്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് മൂടി. തിരിച്ചു വന്നിട്ട് സബ് കോൺട്രാക്ടറെ വിളിച്ചിട്ട് പറയുന്നു, അവിടെ സോഷ്യൽ ഒബ്ജെക്ഷൻസ് ഉണ്ടാകുന്നു, നമ്മൾ കിണർ കുത്തിയത് ഒരു അമ്പലത്തിന്റെ കോമ്പൗണ്ടിനടുത്താണ്, അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ കിണർ വേണ്ട, ആ കിണർ അങ്ങോട്ട് മൂടിയേക്കും. അപ്പോൾ അതും പ്രകാരം സബ് കോൺട്രാക്ടർ എന്നിട്ട് കിണർ മൂടി. അപ്പൊ ഇതാണ് അവസ്ഥ. അവിടെ ഇങ്ങനെ ഗോവയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു കിണറിന്റെ താഴ്ചയില് ഈ സഫിയ എന്ന് പറയുന്ന പെൺകുട്ടി ഡെഡ് ബോഡി അവിടെ ഉണ്ട് എന്നുള്ള ഒരു റെവലേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇയാളുടെ വെളിപ്പെടുത്തൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഡെഡ് ബോഡി ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു എക്സ്ഹ്യൂമേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഡെഡ് ബോഡി ഉണ്ട് എന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എക്സ്ഹ്യൂമേഷന് പകരം നമ്മളൊരു എക്സ്കവേഷൻ, അതായത് എക്സ്ഹ്യൂമേഷൻ എന്ന് പറഞ്ഞാൽ വൺസ് ബറീഡ് ബോഡി പുറത്തെടുക്കുക, അത് ഉറപ്പായിട്ടും ആ ബോഡി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ഒരു വർക്കാണ് എക്സ്ഹ്യൂമേഷൻ. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ ഒരു എക്സ്കവേഷൻ ആണ് എക്സ്ഹ്യൂമേഷനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടീം
ഗോവയ്ക്ക് പോവുകയാണ്. ആ ടീമിൽ പോലീസ് ഉദ്യോഗസ്ഥര് കൂടാതെ ഒരു ഫോറൻസിക് എക്സ്പെർട്ട് ഉണ്ട്, ഒരു ഫോറൻസിക് മെഡിസിൻ നമ്മുടെ ഡോക്ടർ ഷെർലി വാസു കോഴിക്കോട് ഫോറൻസിക് മെഡിസിൻ HOD മാഡം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് ഗോവയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വിവരമൊന്നും അവിടെ റിവീൽ ചെയ്തിട്ടില്ല. അത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് അങ്ങനെ പബ്ലിക് ആക്കാതെ ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് ഗോവയിൽ ചെന്നിറങ്ങുന്നു. വിജനമായിട്ടുള്ള റോഡ്, നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അവിടെയുള്ള ശ്വാനന്മാരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവർ നമുക്കൊരു ലോഡ്ജും കാര്യങ്ങളും ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രിയിൽ അവിടേക്ക് പോയി. അവിടെ ചെല്ലുമ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ടീമാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും അവിടെ നമ്മൾ ലീക്ക് ഔട്ട് ചെയ്യാതെ വേണ്ട രീതിയിലൊക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഈ എക്സ്കവേഷൻ അല്ലെങ്കിൽ എക്സ്ഹ്യൂമേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ആ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പോൾ നമുക്ക് ഇത് കുഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു JCB അതേപോലെയുള്ള ഒരു സംവിധാനം വേണം. അപ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു JCB ഓപ്പറേറ്റർ പോലും വരില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ കേരള പോലീസ് ഗോവയിൽ അതിക്രമിച്ച് കടന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അവിടെയുള്ള പോലീസിനോട് നമ്മളുടെ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവിടെയുള്ള നാട്ടുകാരും നമുക്കെതിരാണ്. കാരണം അവിടെ അങ്ങനെയുള്ള ഒരു കേസ് അവർക്കത് പബ്ലിക്കാക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ദാരുണമായിട്ട് മരണപ്പെട്ടു, അടക്കം ചെയ്യപ്പെട്ടു എന്നൊക്കെ അത് റിവീൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ടൂറിസം ഇൻഡസ്ട്രി അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കേസ് വേണ്ട. നമുക്കങ്ങനെ ഒരു കേസ് ഉണ്ട്, അത് തെളിയിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ നിയമവിദഗ്ധരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥര് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുക. അവർ വന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു JCB ഓപ്പറേറ്ററെയൊക്കെ സംഘടിപ്പിച്ചു. ഇനി അടുത്തതാണ് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രോബ്ലം. വളരെ വിശാലമായിട്ടുള്ള ഒരു കാട് പിടിച്ച ഒരു കോമ്പൗണ്ടാണ് നമുക്ക് കാണിച്ചു തന്നത് ഹംസ. അതിൽ എവിടെയോ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ അടിത്തട്ടിൽ കുട്ടിയുടെ ബോഡി ഉണ്ട്. അപ്പോൾ അത് ഇന്ന് നമുക്ക് സ്കാനറോ ഏതെങ്കിലും ഡെഡ് ബോഡിയുടെ പ്രസൻസ് കണ്ടുപിടിക്കാവുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറോ അങ്ങനെയുള്ള GPR സംവിധാനങ്ങളോ ഇതൊന്നും നമുക്ക് അന്ന് ഇല്ല. ഇന്ന് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഒരു ഡെഡ് ബോഡിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള മോഡേൺ എക്യുപ്മെന്റ്സും നമുക്കില്ലെങ്കിലും മറ്റ് രാജ്യത്തെങ്കിലും അങ്ങനെയുള്ള ഒരു അവൈലബിലിറ്റീസ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ലാതെയാണ് നമ്മളുടെ അന്നത്തെ വർക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ആകെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു മീൻസ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് കുഴിക്കുക, വളരെ ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളം, എന്നാൽ ഒരു കിണറിൻ്റെ ആഴ്ച അങ്ങനെ കുഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വൈഡ് ഏരിയയിൽ കുഴിച്ച് നമുക്ക് യാതൊരു ട്രേസും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഇങ്ങനെ കുഴിക്കൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അടുത്ത പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ കിണർ കുത്തി വെള്ളം കണ്ടത് ഡിസംബർ മാസത്തിലാണ്. 2006 ഡിസംബറിലാണ് വെള്ളം കണ്ടത്. കേരള പോലീസ് വർക്ക് ചെയ്യുന്നത് 2008 ജൂലൈയിലാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മഴയുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഡാമാണ്, ഡാം സൈറ്റിലാണ് നിന്ന് നമ്മൾ മഴയുള്ള ഒരു സമയത്താണ് ഈ പറയുന്ന വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ആദ്യം വെള്ളം കാണാൻ പോകുന്നത്? അവർ വെള്ളം കണ്ടതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ വെള്ളം കാണും. അപ്പോൾ നമ്മളുടെ കുളം വളരെ വലുതായിട്ട് വളരെ വിട്ടിൽ ആഴത്തിൽ ഇങ്ങനെ കുഴിച്ച് ഒരു പ്രദേശം മുഴുവനും അതിൽ നിന്നെടുത്ത മണ്ണ്, അത് ചെളി മണ്ണായിട്ട് അങ്ങനെ വലിയൊരു ഹീപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറയെ കുഴിക്കകത്ത് നിറയെ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളവും ഈ മണ്ണും ഇതിനിടയിൽ ബോണിന്റെ പീസസ് എവിടെയെങ്കിലും അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അനധികൃതമായിട്ട് അവിടെ കയറി ഇങ്ങനൊരു വിക്രിയ ചെയ്തവരായിട്ട് കണക്കാക്കപ്പെടും. ചിലപ്പോൾ നമ്മളുടെയൊക്കെ സ്ഥാനഭാഗത്തായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ഈ വെള്ളത്തിന്റെ ഇടയിൽ ഒരു ബോൺ ഉണ്ടെങ്കിൽ അത് മിസ്സാകാത്ത വിധത്തിൽ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. അങ്ങനെ കെയർഫുള്ളായിട്ട് നമ്മൾ ഈ ഡിഗിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ വേറൊരു വർക്ക് കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്തു. അതായത് ഇവര് ഈ ഡെഡ് ബോഡി ബറി ചെയ്യാനായിട്ട് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഒരു കാറ് സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ്. അപ്പോൾ നമ്മൾ ഈ എക്സിബിഷൻ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇടയിൽ നമ്മൾ വേറൊരു വർക്ക് കൂടെ ചെയ്തു.
അതായത് ഈ ഡെഡ് ബോഡി ഡംപ് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കാർ സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാറിന്റെ അതിൽ നിന്ന് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ട്രേസ് എവിഡൻസ് അത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. നമ്മളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ലോക്കാർട്സ് പ്രിൻസിപ്പിൾ പ്രകാരം എവറി കോണ്ടാക്ട് ലീവ്സ് സം ട്രേസ്. അപ്പൊ ഈ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ ഡിക്കിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രേസ് എവിഡൻസ് അവിടെ ഉണ്ടായേക്കാം. അപ്പോൾ ഹംസ പറയുന്ന ഈ വാഹനം അതിനുശേഷം അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് 2-3 റെലവൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഈ വാഹനത്തിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റി. ഒന്ന്, ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് ഈ വാഹനത്തിന്റെ ഡിക്കിയിൽ മെറ്റൽ പാർട്ടിൽ നീളത്തിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ ഒരു ലോങ് ബ്ലാക്ക് ഹെയർ കിട്ടി. അപ്പോൾ അത് നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ അത് കളക്ട് ചെയ്തു. അത് ഫോഴ്സപ്സ് കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് സ്റ്റെറൈൽ പേപ്പറിലേക്ക് നമുക്ക് പാക്ക് ചെയ്യാം. അങ്ങനെ പാക്ക് ചെയ്തു. അത് അപ്പോൾ തന്നെ സീൽഡ് പാക്കറ്റ് ആക്കി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തന്നെ. വീണ്ടും ഈ കാറിന്റെ ഡിക്കിയിൽ ഒരു സ്റ്റെപ്പിനി ടയർ ഉണ്ടായിരുന്നു. ആ ടയർ കവർ ചെയ്ത ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഉണ്ട്. ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ കുറച്ച് ഡാർക്ക് ബ്രൗൺ സ്റ്റെയിൻ കണ്ടു. അപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ വളരെ ഡിലേഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. അപ്പോൾ ഇത് ബ്ലഡ് ആണെങ്കിൽ നമുക്ക് പ്രിലിമിനറി ടെസ്റ്റ്, ബ്ലഡിന്റെ പ്രിലിമിനറി ടെസ്റ്റ് വെച്ച് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അറിയാവുന്നതാണ് ബ്ലഡിന്റെ പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെൻസിലിൻ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സംശയിക്കുന്ന ഈ കറയിലേക്ക് ഫിൽറ്റർ പേപ്പറിന്റെ ഒരു പീസ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് അതിലേക്ക് ഒരു ഡ്രോപ്പ് ബെൻസിലിൻ സൊല്യൂഷൻ ഒഴിക്കുന്നു, ഒരു ഡ്രോപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്നു. ഈ 2 സൊല്യൂഷനും മീറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സഡൻ ബ്ലൂയിഷ് ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലഡ് ആകാം. ഈ കളർ ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ -100% ആക്യുറേറ്റ്, അത് ബ്ലഡ് അല്ല, അവിടെ ബ്ലഡ് ഇല്ല, നമുക്കത് ഡിസ്കാർഡ് ചെയ്യാം, ആ ഐറ്റം കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ കളർ ഡെവലപ്പ് ചെയ്താൽ ഇത് ബ്ലഡ് ആകാം, ബ്ലഡ് പോലെ വേറെ ചിലതും ആകാം. അപ്പോൾ വേറെ ചിലത് എന്ന് പറഞ്ഞാൽ ബീറ്റൽ സ്റ്റെയിൻസ്, ചില വെജിറ്റബിൾ സ്റ്റെയിൻസ്, തുരുമ്പ് കറ, മെറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അഡീഷണൽ കണ്ടാമിനേഷൻസും ഈ കളറ് ഡെവലപ്പ് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടിന് ആ കളറിന്റെ അപ്പിയറൻസ് വെച്ച് പറയാൻ പറ്റും ബ്ലഡ് ആണോ അല്ലയോ. ഇത് സഡൻ ആയിട്ടുള്ള അപ്പിയറൻസ്, ഇത് നമുക്ക് ഏതാണ്ട് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു ഇത് ബ്ലഡിന്റെ സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് ബ്ലഡ് ആണോ, ഹ്യൂമൻ ബ്ലഡ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രിലിമിനറി ടെസ്റ്റ് മാത്രം പോരാ. അപ്പോൾ കൺഫർമേറ്ററി ടെസ്റ്റ്, ബ്ലഡ് തന്നെയാണോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് വേണം. 2 ടെസ്റ്റ് കൺഫേം ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ഒറിജിൻ ചെയ്യണം. അതായത് ഹ്യൂമൻ ഒറിജിൻ, ബ്ലഡ് ഹ്യൂമൻ ബ്ലഡ് ആണോ, അതിനും വീണ്ടും നമ്മൾ ലാബിൽ 2 കൺഫർമേറ്ററി ടെസ്റ്റ് നടത്തി സ്ഥിരീകരിക്കണം. അതിനുശേഷമാണ് DNA-യിലേക്കൊക്കെ പോകാൻ പറ്റുന്നത്, ഇൻഡിവിഡ്വാലിറ്റിയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ എനിവേ നമ്മൾ ഇത് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യമേ വരില്ലായിരുന്നു. അപ്പോൾ പോസിറ്റീവായി, പ്രിലിമിനറി ടെസ്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇത് കളക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഷീറ്റ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കളക്ട് ചെയ്ത് ഈ ഉള്ള ട്രേസ് എവിഡൻസ് നഷ്ടപ്പെടണ്ട എന്ന് കരുതി നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് മൊത്തമായിട്ട് എടുത്തു പാക്ക് ചെയ്തു, ലാബിലേക്ക് അയക്കുന്നതിന് വേണ്ടി സീൽഡ് പാക്കറ്റ് ആക്കി. വീണ്ടും ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ നമുക്ക് ഈ ഡിക്കിയിൽ വിസിബിൾ ആയിട്ടുള്ള, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന തരത്തിലുള്ള ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു പീസ് ഫൈബറും കിട്ടി. അപ്പോൾ അതും നമ്മൾ ഈ രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് പാക്ക് ചെയ്തു. ഹെയർ പാക്ക് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റെറൈൽ പേപ്പറിലേക്ക് സ്റ്റെറൈൽ ഫോഴ്സപ്സ് ഉപയോഗിച്ച് പിക്കപ്പ് ചെയ്ത് സീൽഡ് പാക്കറ്റ് ആക്കാം. അങ്ങനെ 3 ഐറ്റംസ് നമുക്ക് ഈ കാറിൽ നിന്ന് ട്രേസ് എവിഡൻസ് ആയിട്ട് കിട്ടി. ബ്ലഡ് സ്റ്റെയിൻ എന്ന് സംശയിക്കുന്ന സ്റ്റെയിൻ കിട്ടി, ഹെയർ കിട്ടി, ഈ ഫൈബർ കിട്ടി. അപ്പോൾ ഇതെല്ലാം സീൽഡ് പാക്കറ്റ് ആക്കി സീഷർ മഹസർ പ്രകാരം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. വീണ്ടും എക്സിമേഷൻ ഗ്രൗണ്ടിൽ വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഡെഡ് ബോഡി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഡയലൈറ്റ് അവസാനിക്കാറാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹംസ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ ഡെഡ് ബോഡി ബറി ചെയ്ത സമയത്ത് ഫുള്ള് ഡ്രസ്സൊന്നും, ഒരു പീസ് പോലും ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് ഈ ബോഡി കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ എന്താ ഹംസ അങ്ങനെ ചെയ്യാൻ കാരണം, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡീകോമ്പോസ് ചെയ്തോളും എന്ന് ആണ് ഹംസ പറഞ്ഞ ഉത്തരം. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഈ ബോഡിയുടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ വർക്ക് തുടരുന്നത്. ഇതിനിടയിൽ ഒരു 7 മണിയൊക്കെ ആകാറായി, 6:45, 7 ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമുക്കവിടെ പെട്രോൾ മാക്സ് പോലെയുള്ള ഡേ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ വെച്ച് വേണം വർക്ക് ചെയ്യാൻ. മറ്റ് ലൈറ്റ് സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല. വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഡാം സൈറ്റിലും ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെച്ച് ഇങ്ങനെ വർക്ക് തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴുണ്ട് ഈ JCBയുടെ പല്ലിൽ ഉടക്കിയ നിലയിൽ ഒരു സ്കേർട്ട് പൊന്തി വരുന്നു മണ്ണിനിടയിൽ നിന്ന്.
ഈ സ്കേർട്ട് നമ്മൾ ഈ പറയുന്ന ലെൻസൊക്കെ വെച്ച് ആ മങ്ങിയ വെളിച്ചത്തിൽ എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ലൈറ്റ് ബ്ലൂ കളറിലുള്ള പ്രിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ കളറിലുള്ള പ്രിന്റ് ഉള്ള ഒരു സ്കേർട്ട് പൊന്തി വന്നപ്പോൾ ഇവിടെ അടുത്ത സ്റ്റേജിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കടക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതൊരു നല്ല ഇൻട്രോഗേഷൻ ടൂളാണ്, സയന്റിഫിക് ഇൻട്രോഗേഷൻ ടൂളാണ്. അപ്പോൾ പോലീസിൻ്റെതായിട്ടുള്ള ഇൻട്രോഗേഷൻ മെത്തേഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സയന്റിഫിക് ഇൻട്രോഗേഷൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസിനെ പോലീസ് എത്രയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും അവർ ഫുള്ളായിട്ടൊന്നും റിവീൽ ചെയ്യല. അപ്പോൾ നമുക്ക് ഇതുവരെ ബോഡി ഒന്ന് അവസാനം ചോദ്യം ചെയ്ത് ലാസ്റ്റാണ് അത് ഇവിടെ ഡെഡ് ബോഡി ഉണ്ടെന്നും ഇങ്ങനെ പീസാക്കി അവിടെ ബറി ചെയ്തിട്ടുണ്ടെന്നും ഡ്രസ്സൊന്നും ഇല്ലെന്നും ഒക്കെയുള്ള സ്റ്റേജ് വരെയുള്ള കൺഫെഷൻ കിട്ടുന്നു. അപ്പോൾ ഈ ഡ്രസ്സിൽ നമ്മൾ വണ്ടിക്കകത്തുനിന്ന് കിട്ടിയതുപോലെയുള്ള നീല നിറത്തിലുള്ള ലൈറ്റ് ബ്ലൂ കളറിലുള്ള പ്രിന്റ് കാണുന്നുണ്ട്. അടുത്ത ഘട്ടം ചോദ്യം ചെയ്യാൻ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളൊരു സയന്റിഫിക് പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ്. സാറ് ചോദിച്ചോളൂ. ഇപ്പോൾ നമ്മളുടെ ക്രൈംബ്രാഞ്ച് SP ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, സാറിന് ഇയാളെ ഒന്ന് സയന്റിഫിക് ആയിട്ട് ചോദ്യം ചെയ്യാറായിട്ടുണ്ട്. ഇതിന്റെ ഫൈബർ പോലെയുള്ള ഫൈബറാണ് നമുക്ക് ഈ വണ്ടിക്കകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. പോലെയുള്ള എന്ന മാർജിൻ ചേർത്തേ നമുക്ക് പറയാൻ പാടുള്ളൂ. എന്നാൽ പോലീസിന് ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. പോലീസിനൊന്ന് മാർജിൻ ഇട്ട് ചോദ്യം ചെയ്യാം, ഒരു തെറ്റുമില്ല. അവിടെ തേർഡ് റേറ്റ് മെഷേഴ്സ് ഒന്നും പ്രയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ SP ചോദിക്കുന്നു, ഹംസ ഇവിടെ ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് ഈ ബോഡി ബറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതേ നമുക്ക് ഈ ഡ്രസ്സിന്റെ ഫൈബർ ആ വാഹനത്തിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഡ്രസ്സിന്റെ ഫൈബർ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇത് അതുപോലെയല്ല, അത് പോലീസിന്റെ ഡിസ്ക്രിഷണറി പവർ. അപ്പൊ ആ സയന്റിഫിക് ഇൻട്രോഗേഷൻ ടൂളിന്റെ ഇമ്പാക്റ്റ് ആണ് ഇനി കാണേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കേസ് കടക്കുന്നു, അടുത്ത റെവലേഷൻ വരുന്നു. അതായത് ഹംസ അഡ്മിറ്റ് ചെയ്യുന്നു, ശരിയാണ്, ഭാര്യയുടെ അനിയത്തി തയ്യൽ പഠിച്ചപ്പോൾ ഇങ്ങനെ പഴയ സാരി, അയാളുടെ ഭാര്യയുടെ ഒരു പഴയ സാരി വെട്ടി തയ്യൽ പഠിച്ചു, ഒരു സ്കേർട്ട് തയ്ച്ചു. അങ്ങനെ ഈ സ്കേർട്ട് കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കൊടുത്തു. ആ സ്കേർട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ ഡെഡ് ബോഡി കിട്ടാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അന്നത്തെ ഡയലൈറ്റ് തീർന്നു. JCBക്ക് എത്താവുന്നതിൻ്റെ ആഴം പരമാവധി ആഴത്തിൽ എത്തി. ഇനി നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ JCB പറ്റില്ല. ഒരു ഹിറ്റാച്ചി മോഡൽ ഉള്ള ഒരു സംവിധാനമാണ് ഇനി അടുത്തായിട്ട് വേണ്ടത്. അപ്പോൾ ആ ദിവസത്തെ വർക്ക് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ദിവസത്തെ വർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇനി നമുക്ക് ഹിറ്റാച്ചി ഓപ്പറേറ്ററെ കിട്ടണം. അപ്പോൾ ഈ അടുത്ത ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കേരള പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ഹ്യൂമേഷൻ വർക്കാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വാർത്ത അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഒരുപാട് ആൾക്കാരെ സൈറ്റിലേക്ക് അസംബിൾ ചെയ്തു. അതിൽ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ആ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം നമുക്ക് എതിരായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് ഇവിടെ കേരള പോലീസിന് കാര്യം? അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ ഗവൺമെന്റ് പോലീസില്ലേ? നിങ്ങൾ എന്തിനു ഇവിടെ വരുന്നു? നമ്മുടെ പോലീസ് തെളിയിക്കുകയല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സമയമായി കഴിഞ്ഞപ്പോൾ നമ്മളെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന ആ ടീമിനോട് നമ്മൾ അവസാനം പറയുന്നു, ഇതാണ് ഈ കേസിന്റെ പശ്ചാത്തലം. ഒരു പാവം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ഇങ്ങനെ അതിദാരുണമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ട ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം സഹകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും നേരവും നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ആൾക്കാരെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ അവരിൽ തന്നെ ഒരു ലേഡി, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ലേഡി അവസാനം ഈ കേസിന്റെ ട്രയൽ സമയത്ത് കാസർഗോഡ് സെഷൻസ് കോടതിയിൽ എവിഡൻസ് തരുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ സന്തോഷത്തോടെ ഗോവയിൽ നിന്ന് വന്ന് ഈ കേസിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹകരണവും ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നാട്ടുകാരുടെ സഹകരണം കിട്ടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഹിറ്റാച്ചിയാണ്. ഹിറ്റാച്ചി ഓപ്പറേറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഡ് ബോഡിക്ക് വേണ്ടിയുള്ള വർക്കാണെന്നുള്ള വാർത്ത അവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ വർക്കേഴ്സ് അവിടെ വരാനോ അതിൽ സഹകരിക്കാനോ അവരുടെ ഗവൺമെന്റ് പോലീസിനെതിരായിട്ടുള്ള ഒരു വർക്കിന്റെ ഭാഗമാകാനോ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സാഹസികമായിട്ട് ഇവിടെയുള്ള ഗോവയിൽ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള കോൺട്രാക്ടർമാരെയൊക്കെ ബന്ധപ്പെട്ട് അവരുടെ പരിചയത്തിലൊക്കെ ഉള്ള ഒരു JCB ഓപ്പറേറ്ററെ സംഘടിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഹിറ്റാച്ചി ഓപ്പറേറ്ററെ അങ്ങനെ പിറ്റേ ദിവസം ഹിറ്റാച്ചി ഒക്കെ റെഡിയാക്കി നമ്മൾ വർക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ എക്സ്ഹ്യൂമേഷൻ ഗ്രൗണ്ടിലേക്ക് പിറ്റേ ദിവസം പോകുന്നു. ഈ വെള്ളമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ മോട്ടോർ വെച്ചൊക്കെ വറ്റിച്ച് ഈ കുഴിക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ആഴത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5.5 മീറ്റർ ആഴമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ബോണിൻ്റെ പീസൊക്കെ കിട്ടിത്തുടങ്ങി.
അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്കെലിട്ടൺ കിട്ടും എന്നുള്ള ആ മണ്ണിന്റെ ടാഫോണമി എന്ന് പറയുന്ന ഘടനയ്ക്കൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഒരു ബറിയൽ ഗ്രൗണ്ടിൻ്റെതായിട്ടുള്ള എല്ലാ ഒരു ഫീലും അവിടെ ആ ഗ്രൗണ്ടിൽ വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ്. ഈ സോയിൽ എടുത്ത് മാറ്റുന്നതിന്റെ ഇടയിൽ ഒരു ബോൺ പീസ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഒരു ബണ്ടിൽ സോയിൽ അവിടെ ഇപ്പുറത്തേക്ക് മാറ്റി വരുമ്പോൾ ആ സോയിൽ മുഴുവൻ നമ്മൾ നിരത്തിയിട്ട് സ്കാൻ ചെയ്യും. അതിലേതെങ്കിലും ബോണിന്റെ പീസ് കിട്ടുന്നുണ്ടോ അത് നഷ്ടപ്പെടാതെ ആ രീതിയിൽ കുഴിക്കകത്ത് ഈ പറയുന്ന ചെളിക്കകത്ത് ഇറങ്ങി നിന്ന് ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഓരോ പീസും ഓരോ സോയിലും ഏരിയയും ഇങ്ങനെ മാറ്റി മാറ്റി പരിശോധിച്ച് ലാസ്റ്റ് നമുക്ക് ഈ സ്കള്ള് കിട്ടുകയാണ്. അപ്പൊ ഈ സ്കള്ള് കിട്ടുന്നു എന്നുള്ള ഒരു അവസ്ഥ, സ്കള്ളിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഡയറക്ഷൻ ഇങ്ങനെ വളരെ വൈഡ് ആയിട്ട് വേണം ഇത് സ്കള്ളിന്റെ ആ പീസ് ഒന്നും ഡാമേജ് ചെയ്യാതെ വേണം നമുക്കിത് കളക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു ഡയറക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ഈ സ്കള്ള് വിത്ത് ടീത്ത് ഒരു പല്ല് പോലും പൊഴിയാതെ ഫ്രണ്ടിലെ പല്ല് എല്ലാം ഉള്ള അവസ്ഥയിൽ ഈ സ്കള്ള് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. ഈ സ്കള്ള് കൊണ്ടുവന്നു. ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ വീണ്ടും അടുത്ത ലെവലിലേക്ക് കേസ് മാറുകയാണ്. ഈ സ്കള്ളിൽ മാൻഡിബിൾ ഭാഗം, മാൻഡിബിൾ എന്ന് പറയുന്ന ലോവർ ജോ, ഈ ലോവർ ജോയുടെ ഭാഗത്ത് ഒരു ആന്റിമോർട്ടം കട്ടിഞ്ചുറി. ആന്റിമോർട്ടം മീൻസ് ലൈവ് ആയിരിക്കുന്ന കണ്ടീഷനിലുള്ള ഒരു കട്ടിഞ്ചുറി. അപ്പൊ അതുപോലെ ഈ കാലിന്റെ ബോണിലും ഒരു ആന്റിമോർട്ടം കട്ടിഞ്ചുറി ഉണ്ട്. ഈ കട്ടിഞ്ചുറിയുടെ ടൂൾ മാർക്ക് പാറ്റേണും ഒരു പ്രത്യേകതയുള്ളതാണ്. അതായത് തലതിരിച്ചു പിടിച്ച് വെട്ടിയാൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഒരു ടൂൾ മാർക്കുമാണ്. അടുത്ത ലെവലിൽ സയന്റിഫിക് ആയിട്ട് ഹംസയെ ചോദ്യം ചെയ്യാം. സയന്റിഫിക് ഇൻട്രോഗേഷൻ ടൂൾ രണ്ടാമത്തെ ലെവലിലേക്കുള്ള ചോദ്യം ചെയ്യൽ. ഇത്ര നേരവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് തിളച്ചവെള്ളം വീണു, പൊള്ളലേറ്റു, കുട്ടിയെ പൊള്ളലേറ്റ് കഴിഞ്ഞപ്പോൾ ഡിസ്കാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറവ് ചെയ്തു എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞ് മറവ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ഇൻഫർമേഷൻസ്. അപ്പോൾ ആന്റിമോർട്ടം കട്ടിഞ്ചുറി വെച്ച് ചോദ്യം ചെയ്തു. അടുത്ത ലെവലിലേക്കുള്ള ചോദ്യം ചെയ്യൽ, ഹംസ എങ്ങനെയാണ് കുട്ടിയുടെ ബോഡി കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സാറ് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹംസയുടെ ആ നറേഷൻ, അതായത് കാലെ പിടിച്ച് തല കീഴായിട്ട് പിടിച്ച് ഈ വിറകൊക്കെ വെട്ടുന്ന മാതിരി അങ്ങനെ വെട്ടി. അതേ ടൂൾ മാർക്ക് പാറ്റേൺ ആണ് കാലിന്റെ മുട്ടിൽ ബോണിലൊക്കെ കാണുന്നത്. അങ്ങനെ വെട്ടിയപ്പോൾ ഓള് പെടഞ്ഞു. ദാറ്റ് മീൻസ് മരിച്ചിട്ടില്ല. അപ്പൊ ജീവനോടെയാണ് കട്ട് ചെയ്തത് എന്നുള്ള ആ ഭാഗം ഇങ്ങനെ സയന്റിഫിക് ആയിട്ട് റിവീൽ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ജീവനോടെ കട്ട് ചെയ്തു. എന്തുകൊണ്ട് ജീവനോടെ കട്ട് ചെയ്തു? അതിങ്ങനെ പൊള്ളലെല്ലാം അവിടെ കിടന്നിങ്ങനെ പൊള്ളൽ വലുതായി ഫിക്സ് പോലെയായി. അങ്ങനെ ഫിക്സ് പോലെ ആയി കഴിയുമ്പോഴത്തേക്ക് ജീവനോടെ കട്ട് ചെയ്ത് ഡിസ്കാർഡ് ചെയ്തു ബോഡി. അപ്പൊ ആ രീതിയിൽ ജീവനോടെയാണ് കട്ട് ചെയ്തത് എന്നുള്ളത് ഹംസയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലൂടെയാണ് മർഡർ ആണെന്നുള്ള ആ സത്യത്തിലേക്ക് വരുന്നത്. മരിച്ചതല്ല, ജീവനോടെയാണ് കട്ട് ചെയ്തെന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ഈ ഡെഡ് ബോഡി പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡെഡ് ബോഡി ഇവിടെ നിന്ന് കംപ്ലീറ്റ് ബോൺസ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഐഡന്റിറ്റി പാർട്ടാണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ ഇത് സഫിയ എന്ന് പറയുന്ന കാണാതായ കുട്ടിയുടെ ബോണാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ? ഇനി അതാണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ. നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡികമ്പോസ്ഡ് ബോഡി സ്കെലിട്ടൺ ആണെങ്കിൽ നമുക്കറിയാം ഇൻഡിവിഡ്വാലിറ്റി തെളിയിക്കാൻ ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് DNA ടെസ്റ്റ് ആണ്. പക്ഷെ കോടതിക്ക് പരമാവധി തെളിവുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടെസ്റ്റാണ് സ്കൾ സൂപ്പർഇമ്പോസിഷൻ ടെസ്റ്റ്. ഈ സ്കൾ സൂപ്പർഇമ്പോസിഷൻ നടത്തണമെങ്കിൽ സ്കള്, മാൻഡിബിൾ പ്ലസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ഇതാണ് വേണ്ടത്. പക്ഷെ ആ ടെസ്റ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് ടീനേജ് പീരീഡിൽ ചെയ്താൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഈ പെൺകുട്ടി 13 വയസ്സുകാരി, ടീനേജ് പീരീഡാണ്. ടീനേജ് പീരീഡിൽ അങ്ങനെ സൂപ്പർഇമ്പോസിഷൻ ചെയ്യാറില്ല. എന്നാൽ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഓഡോntology സൂപ്പർഇമ്പോസിഷൻ. ഓഡോntology എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡെന്റിഷൻ. അപ്പം നമ്മളുടെ ഡെന്റൽ പാറ്റേൺ, നമ്മുടെ പല്ലിൻ്റെ സൈസ്, ഷേപ്പ്, ആംഗിൾ, അലൈൻമെന്റ്, അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം യുണീക്കാണ്. അപ്പോൾ ഒരാളുടെ ഇതുപോലെ ഈ ഡെന്റീഷൻ വേറൊരാൾക്ക് വരില്ല. അതാണ് ഓഡോntology സയൻസ് പറയുന്നത്. അപ്പോൾ ഈ ഓഡോntological സൂപ്പർഇമ്പോസിഷൻ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് പല്ലുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്കള് കിട്ടണം. ഇവിടെ നമുക്ക് പല്ലുകളൊന്നും മിസ്സാകാതെ, പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ടീത്ത്, അങ്ങനെയുള്ള ഒരു ടീത്ത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സ്കള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ സഫിയുടെ ഫോട്ടോഗ്രാഫ്സ് അവൈലബിൾ ആണോ? അത് നമുക്ക് ഓർഡിനറി ഫോട്ടോ പോരാ, ചിരിക്കുന്ന ഫോട്ടോ വേണം.
അപ്പോൾ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ കുട്ടി ജീവിച്ചിരുന്നപ്പോൾ ആദ്യവും അവസാനവും കൂടി ഒറ്റൊരു ഫോട്ടോയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്നുള്ള ആ സന്തോഷത്തിൽ നന്നായി ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കിട്ടി. അതിൽ കുട്ടിയുടെ പല്ലുകളെല്ലാം വിസിബിളാണ്. അങ്ങനെ ഓഡോntological സൂപ്പർഇമ്പോസിഷൻ നടത്തി ഈ സ്കെലിട്ടൺ സഫിയുടേതാണെന്ന് തെളിയുന്നു. അപ്പോൾ ഇതൊരു കൊറോബറേറ്ററി എവിഡൻസ്, ഒരു കൊറോബറേറ്ററി വാല്യൂ ആണ് കോടതിയിലുള്ളത്. ഒരു കൺക്ലൂസീവ് വാല്യൂ എന്ന് പറയുന്ന അടുത്ത എവിഡൻസ്, അതിന് നമുക്ക് DNA ചെയ്യാം. അപ്പം DNA വേണ്ടി ഇവിടെ ബോണാണ് DNA ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. 1.5 വർഷം പഴക്കമുള്ള ബോഡിയാണ്. അപ്പോൾ ബോൺ സാമ്പിൾ, ലോങ് ബോൺ, പൊട്ടാതെയുള്ള ലോങ് ബോണാണ് സാമ്പിളായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ ഈ ബോണ് പേരൻസിൻ്റെ DNA ബ്ലഡ് സാമ്പിൾ, പേരൻസിൻ്റെ ബ്ലഡ് സാമ്പിളുമായിട്ട് DNA പ്രൊഫൈല് മാച്ച് ചെയ്തു. അപ്പോൾ ഈ ബോണിൽ നിന്ന് DNA എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള, ബോൺ മറ്റു ടിഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് DNA വേണ്ടി നമ്മൾ ബോൺ സാമ്പിൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ബോണ് ഡീകാൽസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ശ്രമകരമായിട്ടുള്ള, ആഴ്ചകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ലെങ്തി പ്രൊസീജിയറിൽ ഇത് കംപ്ലീറ്റ് ഡീകാൽസിഫിക്കേഷനൊക്കെ നടത്തി ബോണിൽ നിന്ന് DNA പ്രൊഫൈൽ വേർതിരിച്ചെടുത്തു. പേരൻസിൻ്റെ ബ്ലഡ് സാമ്പിൾ വഴി മാച്ചിങ് DNA പ്രൊഫൈൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഡെഡ് ബോഡി സഫിയുടേതാണെന്ന് സയൻറ്റിഫിക്കായിട്ട് സ്ഥിരീകരിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വേണം. അതായത് സ്റ്റാൻഡേർഡ് സാമ്പിൾ വേണം. ഹെയർ കിട്ടിയിട്ടുണ്ട്, അത് കമ്പയർ ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് സാമ്പിൾ വേണം. അതിന് സഫിയുടെ ഹെയർ സാമ്പിൾ കിട്ടണം. ദെൻ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ കണ്ടെടുക്കണം. കട്ട് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ക്രൈം സീൻ എന്ന് പറയുന്നത്. ജീവനോടെ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് ക്രൈം സീന്. ഇത് സെക്കൻഡറി എക്സ്റ്റൻഷനാണ്, സെക്കൻഡറി ഡംപിങ് ഗ്രൗണ്ട് എന്ന് പറയും ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ എക്സിമേഷൻ ഗ്രൗണ്ട്. അപ്പോൾ ഒറിജിനൽ ക്രൈം സീൻ ലൊക്കേറ്റ് ചെയ്യണം, വെപ്പൺ കണ്ടെത്തണം, കമ്പയർ ചെയ്യാനുള്ള റെഫറൻസ് സാമ്പിൾ ഹെയർ കിട്ടണം. ഇനി ഇതിനു വേണ്ടി നമുക്ക് ഹംസയെ ചോദ്യം ചെയ്യലാണ് അടുത്തത്. അപ്പോൾ ഹെയർ സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഹംസയോട് ചോദിച്ചു, ഹംസ, ഈ കുട്ടിയുടെ ബിലോങ്ങിങ്സ്, ഡ്രസ്സോ, ഈ കുട്ടി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന ചീപ്പോ, അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടിയുടേതായിട്ടുള്ള ബിലോങ്ങിങ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഹെയർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എക്സിമേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഹെയർ കിട്ടുമോ? അടുത്തൊരു ഡൗട്ടാണ്, സാധാരണ ഉണ്ടാകാറുള്ളതാണ്. എക്സിമേഷൻ ഗ്രൗണ്ടിൽ ഹെയർ ഇല്ലേ, അതുപോലെ. അപ്പോൾ ഈ എക്സ്ഹ്യൂമേഷൻ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഡികമ്പോസ്ഡ് ബോഡി ബറീഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ, ഒരു സ്ഥലത്തിൽ നിന്ന്, ബറിയൽ സൈറ്റിൽ നിന്ന് എത്ര സമയം വരെ ഹെയർ വയബിൾ ആയിട്ട് കിട്ടാം? സാധാരണഗതിയിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു 6 മാസം വരെയൊക്കെ വയബിൾ ആയിട്ട് ഹെയർ കിട്ടാം. അത് ഡംപിങ് ഗ്രൗണ്ടിന്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടു ഇരിക്കാം, കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. മാക്സിമം പോയാൽ ഒരു 6 മാസം, അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ഫോറൻസിക് സർജൻ വളരെ പ്രതീക്ഷയോടെ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഹെയർ സാമ്പിൾ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ സാമ്പിൾ കണ്ടെത്തിയേക്കാം എന്നുള്ള രീതിയിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള പരിശ്രമം നടത്തി. നമുക്ക് കിട്ടിയത് എന്താണ്? ഈ കുട്ടിയുടെ സ്കള്ളിനെ ചുറ്റിയൊരു ബ്ലാക്ക് മോൾട്ടൺ മാസ് ആയിട്ടാണ് ഹെയർ കിട്ടിയത്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് മോൾട്ടൺ മാസ്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ബക്കറ്റിൽ കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹെയർ കണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം, മണിക്കൂറുകളോളം നമ്മുടെ പോലീസ് സർജൻ ശ്രമം നടത്തി. ഒരു ഹെയർ കിട്ടിയില്ല, അതെല്ലാം ഒഴുകിപ്പോയി. അപ്പോൾ ഫുള്ളി ഡീകമ്പോസ്ഡ് ആയിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ, ഈ കുട്ടിയുടെ ബിലോങ്ങിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നേ ഹെയർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഹംസയോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ ബിലോങ്ങിങ്സ്, ഡ്രസ്സ്, ചീപ്പ്, അങ്ങനെയുള്ള എല്ലാ ആർട്ടിക്കിൾസും കത്തിച്ചു കളഞ്ഞു. അതായത് ഫ്ലാറ്റിന്റെ ജനാലയ്ക്ക് കൂടെ താഴേക്ക് എറിഞ്ഞിട്ടു, കത്തിച്ചു കളഞ്ഞു. കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് നാട്ടുകാരെല്ലാം, മറ്റു ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് കണ്ടെടുക്കൽ എളുപ്പമല്ല, അത് കത്തിപ്പോയി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യണം, അതായത് ക്രൈംസ്. അപ്പൊ ഇനി നമുക്ക് റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഈ ക്രൈം സീൻ, ഒറിജിനൽ ക്രൈം സീൻ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒറിജിനൽ ക്രൈം സീൻ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിയെ ജീവനോടെ കട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1.5 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലം, ഇപ്പോൾ നമ്മുടെ പ്രതി പറയുന്ന പ്രകാരം ഇയാൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. അതിലെ ഒരു ഫ്ലാറ്റിന്റെ ബാത്റൂമിൽ വെച്ചാണ് ഈ ബോഡി കട്ട് ചെയ്തത്. അതിനുശേഷം ആ ബാത്റൂം ലോക്ക് ചെയ്തു, അതാരും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് അയാളുടെ വെർഷൻ. അപ്പൊ ഇത് ശരിയാണോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. അപ്പോൾ ഇയാള് ഒരു ബാത്റൂം കാണിച്ചു തന്നു. അത് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്, വിസിബിൾ ആയിട്ട് അവിടെ സ്റ്റെയിൻസ് ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യം ടെമ്പററി ആയിട്ടൊന്ന് വാഷ് ചെയ്തു, അതിനുശേഷം കടയിൽ പോയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിറ്റർജന്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് പതപ്പിച്ച് കഴുകിയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകിയ ഒരു സൈറ്റിൽ നിന്ന് ഡെഡ് ബോഡി അവിടെ ബോഡി കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവണം. ആ ബ്ലഡ് സ്റ്റെയിൻ്റെ ട്രേസ് വഴി വേണം നമുക്ക് ഈ സീൻ ലൊക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പവർഫുൾ ഡിറ്റർജന്റ് ഉപയോഗിച്ച് വാഷ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഇനി ബ്ലഡ് സ്റ്റെയിൻ കിട്ടണം. അപ്പോൾ നമ്മുടെ പ്രിലിമിനറി ടെസ്റ്റ് ബെൻസിലിൻ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ബെൻസിലിൻ ടെസ്റ്റ് ഒരു ലിമിറ്റഡ് സ്പോട്ടിലൊന്നും ചെയ്താൽ പോരാ. നമ്മൾ വളരെ വിശാലമായിട്ട് ഈ ബെൻസിലിൻ ഫിൽട്ടർ പേപ്പർ വെച്ചു ഇതിൻ്റെ ഡിഫറൻറ്റ് ഏരിയ നൂക്സ് ആൻഡ് കോർണേഴ്സ് എല്ലാം റബ്ബ് ചെയ്തു ഈ ടെസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ന്യൂസ് ഫ്ലാഷായി. അപ്പോൾ അവിടെയുള്ള TV ചാനലുകാർ എല്ലാം നമ്മുടെ ചുറ്റുമായി. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഗോവയിൽ ഫോറൻസിക് ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി ആണ് അവിടെ ഒരു ഫോറൻസിക് ലാബ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഈ ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം അവരുടെ ടെലിവിഷൻ ചാനലുകാർ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇത് അമേസിംഗ് ആണ്, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. വെൻ എവർ വി സ്റ്റാർട്ട് എ ഫോറൻസിക് ലാബ് ഷുവർലി വി വിൽ ഇൻവൈറ്റ് യു മേ കം ഹിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ വർക്ക് മുഴുവൻ അവർ കവർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് ഇവിടെ 2 ബ്രഷ് ഉണ്ട്. ഒരു ഈർക്കിലിയുടെ ഒരു ചൂലുണ്ട്, ഒരു ഫൈബറിന്റെ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഈ ഫൈബറിന്റെ ബ്രഷും ഒക്കെ നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്തു. അതിലൊന്നും ഒരു ട്രേസും കിട്ടിയില്ല. അത് ഒലിച്ചു പോകും, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഈ അടിച്ച് കഴുകാൻ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് പിന്നെ പറയപ്പെടാവുന്ന ഒരു ചൂല ഈർക്കിലിയുടെ ചൂലാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശമൊക്കെ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ടിപ്പിലൊക്കെ നമ്മൾ ബ്ലഡിൻ്റെ പ്രസൻസ് ബെൻസിലിൻ പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ബാക്കി ഫർദർ ടെസ്റ്റ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യപ്പെടും കോടതിയിൽ. ഒരു ചൂലിൻ്റെ അറ്റത്ത് ബ്ലഡ് സ്റ്റെയിൻ, ട്രേസ് ഓഫ് ബ്ലഡ് സ്റ്റെയിൻ കിട്ടി എന്ന് പറയുന്നു. അതിപ്പോൾ ലേഡീസും ഒക്കെ ജീവിച്ചിട്ടുണ്ടായിട്ടുള്ള ബാത്റൂമല്ലേ, മെൻസ്ട്രുവൽ ബ്ലഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ. അതിപ്പോൾ നമ്മളതിൻ്റെ ഹിസ്റ്റോളജിക്കൽ എക്സാമിനേഷൻ, അതിൻ്റെ എൻഡോമെട്രിയൽ സെൽസോ അങ്ങനെയുള്ള സെൽസിൻ്റെ ഒക്കെ പ്രസൻസ് വഴി അത് ഏത് ബ്ലഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റിയും ഇല്ല. അപ്പോൾ അങ്ങനെ ചലഞ്ച് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ചൂല് വളരെ വിശദമായിട്ട് വീണ്ടും അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് മിഡിൽ ടോപ്പ് പോർഷൻ വരെ ഈർക്കിലിയുടെ ഇടയിലെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂല് നമ്മൾ സീസ് ചെയ്തു ലാബിൽ പരിശോധിക്കുന്നതിന് വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ ഫ്ലോർ വന്ന് ടോയ്ലറ്റ് സ്ലാബ് ബാത്റൂമിൻ്റെ ഫ്ലോറുമായിട്ട് ചേരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്. ഈ ക്രാക്കിൽ നമ്മൾ ഫിൽട്ടർ പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് അവിടെ നിന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നേരിയ ബ്ലഡിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും സ്വാബ് നമ്മൾ കളക്ട് ചെയ്തു അവിടെ നിന്നും. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് ഹ്യൂമൻ ബ്ലഡിൻ്റെ പ്രസൻസ് എങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർപ്പസ് ഡെലിക്റ്റി പ്രൂവ് ചെയ്യാം. അതായത് ബോഡി ഓഫ് ദി ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യുക. കോർപ്പസ് ഡെലിക്റ്റി, ബോഡി ഓഫ് ദി ക്രൈം എന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെട്ട കുറ്റം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുക. ഇവിടെ നമ്മൾ പല സ്റ്റേജായിട്ട് ഇത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഡെഡ് ബോഡി കുഴിച്ചു മൂടി എന്ന് പറയപ്പെടുന്ന കുറ്റം നിലനിൽക്കുന്നതാണോ എന്നറിയാൻ ഇതാ നമ്മൾ ഡെഡ് ബോഡി നമുക്ക് സ്കെലിറ്റൺ കിട്ടി, അത് സഫിയുടേതാണെന്ന് നമ്മൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തു. ആ ഭാഗം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി അടുത്തത് ക്രൈം സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഈ പറയുന്ന ടോയ്ലറ്റിൽ വെച്ച് ഇത് കട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നത് നിലനിൽക്കുന്നുണ്ടോ? അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബ്ലഡിന്റെ പ്രസൻസ് കിട്ടണം. അപ്പോൾ ഈ ബ്ലഡിന്റെ പ്രസൻസ് അവിടെ നിന്ന് കിട്ടി, ചൂലിൽ ബ്ലഡിന്റെ സാന്നിധ്യം കിട്ടി. അപ്പോൾ കോർപ്പസ് ഡെലിക്റ്റി ആ ഭാഗം പ്രൂവ് ചെയ്യപ്പെട്ടു, ഇവിടെ വെച്ച് കൃത്യം നടന്നു എന്ന ഭാഗവും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. റീകൺസ്ട്രക്ഷന്റെ ഒരു സ്റ്റേജസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഈ വെപ്പണും കൂടി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച വെപ്പണും കൂടി കണ്ടെത്തണം. ഒരു മർഡർ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. അപ്പോൾ ഈ വെപ്പൺ എവിടെ, ഹംസ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന വെപ്പൺ എവിടെ? അപ്പോൾ നമ്മളുടെ ഉദ്യോഗസ്ഥരുടെ ആ ചോദ്യത്തിന് ഹംസ പറയുന്നു, ഈ വെപ്പണും കൂടി ഫ്ലാറ്റിൻ്റെ ജനാലക്കിലൂടെ താഴേക്കിട്ട് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ കത്തി എങ്ങനെയാണ് ഹംസ കത്തിപ്പോകുന്നത് എന്നുള്ള നമ്മുടെ പോലീസിന്റെ ചോദ്യത്തിൽ ഇയാൾ പറയുന്നു, അതായത് ഞാൻ ഈ മറ്റ് ആർട്ടിക്കിൾസ് എല്ലാം കത്തിക്കാൻ വേണ്ടി എറിഞ്ഞിട്ട കൂട്ടത്തിൽ കത്തിയും കൂടെ ഇട്ടു. ഓരോ ദിവസവും വന്നിങ്ങനെ ബാക്കി കത്താത്ത ഭാഗമെല്ലാം കൂട്ടി വെച്ച് വീണ്ടും വീണ്ടും കത്തിക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം വരെ വരുമ്പോഴും കത്തി അവിടെ ഉണ്ട്. 3-ാമത്തെ ദിവസം വരെ കത്തിയുണ്ട്. അതിനുശേഷം 4-ാമത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ കത്തി അവിടെ കാണാനില്ല. കത്തി വേണമെങ്കിൽ ചിലപ്പോൾ വല്ല ആക്രിക്കാരും കൊണ്ടുപോയിട്ടുണ്ടായേക്കാം. അപ്പോൾ അത് വീണ്ടും അടുത്ത പോയിന്റ് ആണല്ലോ. അങ്ങനെ ആയപ്പോൾ നമ്മൾ ആ സൈറ്റ് മുഴുവനും വിശദമായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെയുള്ള എല്ലാ ഫ്ലാറ്റുകാരും വേസ്റ്റ് കത്തിക്കുന്ന ഒരു ലാർജ് മാസ് ഓഫ് വേസ്റ്റ്, അപ്പോൾ കത്തിക്കരിഞ്ഞതും കരിയാത്തതും പാതി കരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വലിയ വേസ്റ്റ് മാസാണ്.
ആ ചാർഡ് മാസ് മുഴുവനും നിരത്തിയിട്ട് സ്കാൻ ചെയ്ത് പരിശോധിച്ചപ്പോൾ നമുക്ക് അതിനിടയിൽ നിന്ന് ഒരു കരിഞ്ഞ മരക്കട്ട, അത് കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കത്തിയുടെ പിടിയാണെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഒരു മരത്തിന്റെ ഉടൻ പീസ് കിട്ടി. അപ്പൊ അത് ചെത്തി മിനുക്കിയിട്ടുണ്ട്. അതിന്റെ സെന്ററിലൊരു ഹോളുണ്ട്. അതൊരു വെപ്പണിന്റെ ഹാൻഡിലാണെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. അപ്പൊ അതൊരു ബോഡി കട്ട് ചെയ്യാൻ ഉപയോഗിച്ച് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്തിട്ടുള്ളതാണോ എന്നറിയണമെങ്കിൽ അതിന്റെ ബ്ലഡിന്റെ ട്രേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ഇത് കത്തിക്കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കത്തിക്കരിഞ്ഞിട്ടുള്ള ഈ വുഡൻ ഹാൻഡിലിൽ നിന്ന് നമുക്ക് ബ്ലഡ് കണ്ടെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കത്തിയുടെ ഹാൻഡിൽ പോർഷൻ ആണെന്നുള്ളത് നമുക്ക് ഈ അപ്പിയറൻസിൽ നിന്ന് സ്ഥിരീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെപ്പൺ എന്ന സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ഈ മരത്തിന്റെ പിടിയാണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കേസിന്റെ എല്ലാ ഘട്ടവും ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ദെൻ കേസിന്റെ ട്രയലാണ്. അപ്പോൾ കേസിന്റെ ട്രയൽ സമയത്ത് ഓരോ ഉദ്യോഗസ്ഥരെയും എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, എക്സ്പെർട്സ് ഉൾപ്പെടെ എല്ലാവരും കോടതിയിൽ ഈ പറയുന്ന വിറ്റ്നസ് ആകണം. അപ്പോൾ എക്സ്പെർട്ട് വിറ്റ്നസ് ആയിട്ട് നമ്മുടെ ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെഷൻസ് കോടതിയിലെ സമൻസ് പ്രകാരം അവിടെ എക്സ്പെർട്ട് വിറ്റ്നസ് ആയിട്ട് എത്തുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തത കോടതിക്ക് വേണം. ഡിഫൻസ് ലോയറിനെ നമ്മളെ ചലഞ്ച് ചെയ്യാം. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ കണ്ടെടുത്ത ഹെയർ, നിങ്ങൾ കാറിൽ നിന്നൊരു ഹെയർ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, കണ്ടെടുത്തു കാറിന്റെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വിശദീകരിച്ചു. കാറിന്റെ മെറ്റൽ പാർട്ടിൽ നീളത്തിൽ ഒട്ടിപ്പിടിച്ച നിലയിലാണ് ഹെയർ കണ്ടെടുത്തത്. നിങ്ങൾ പരിശോധിച്ചത് ഒരു കാറല്ലേ? അതെ. കാറിൽ ആൾക്കാരൊക്കെ യാത്ര ചെയ്യാറുള്ളതല്ലേ? അതെ. കാറിൽ ലേഡീസും യാത്ര ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. വല്ല ഹെയറൊക്കെ വന്ന് പറന്നൊക്കെ ഇരുന്നു കൂടെ? അപ്പോൾ ഇവിടെ ജഡ്ജ് പറയുന്നു, അതിന് ലേഡീസ് ഡിക്കിയിലിരുന്നല്ലോ യാത്ര ചെയ്യാറ്. അപ്പോൾ ഇവിടെ സത്യസന്ധമായ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ കോടതി പോലും ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സൈഡാകുന്നു. സൈഡ് എന്ന് പറയാൻ പാടില്ല, അൺബയസ്ഡ് ആയിരിക്കണം കോടതി. എന്നിരുന്നാലും നമ്മൾ ചെയ്ത വർക്ക് ജെനുവിൻ ആണെന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നു. അതോടുകൂടി ആ ഡിഫൻസിന്റെ ആ പോയിന്റിലുള്ള ചലഞ്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അടുത്തത് ഈ വുഡൻ ഹാൻഡിൽ വെച്ച്, ഇതാണ് നമ്മളുടെ വെപ്പണായിട്ട് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നത്. ഈ വുഡൻ ഹാൻഡിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ചോദിക്കുന്നു, ഇതാണ് നിങ്ങൾ കണ്ടെടുത്തത്? അതെ, ഇതാണ് അവിടുന്ന് കണ്ടെടുത്തത്. ഇത് ഒരു മരത്തിന്റെ കരിക്കട്ട, ഒരു വെപ്പണിന്റെ പിടിയുടെ ഷേപ്പ് ഉണ്ട്. അതെ. നിങ്ങൾ പറയുന്നു ഇത് അവിടുന്ന് കണ്ടെടുത്തതാണ്. അതെ. ഒരു വലിയ മെറ്റലിന്റെ കത്തി മുഴുവനും കത്തിപ്പോയി, എന്നിട്ട് ഈ മരത്തിന്റെ പിടി മാത്രം ഇത് കത്തിപ്പോയില്ല. അപ്പോൾ നമ്മളെ കളിയാക്കിക്കൊണ്ടാണ്, സർക്കാസ്റ്റിക് കമന്റ് ആണ്. അപ്പോൾ ആ സ്റ്റേജ് വന്നപ്പോൾ ജഡ്ജ് പറയുന്നു, അതിന് മരത്തിന്റെ പിടി ആക്രിക്കാരന് വേണ്ടായിരുന്നു. അപ്പോൾ ആക്രിക്കാരൻ അതവിടെ ഇട്ടിട്ട് പോയി, മരപ്പിടി കൊണ്ടുപോയി ആക്രിക്കാരൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കോടതി വിശ്വസിച്ചു. കാരണം വിശ്വസനീയമായ രീതിയിലാണ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് യാതൊരു തർക്കവും ഇല്ലാത്ത, ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിലാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഭാഗത്തിന്റെ ചലഞ്ചും അവിടെ സ്റ്റോപ്പ് ചെയ്തു. MOയിലുള്ള ചലഞ്ചും അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ രീതിയിൽ ഇതിൽ പങ്കെടുത്ത ഓരോ എക്സ്പെർട്സിനെയും ഓരോ ഉദ്യോഗസ്ഥരെയും വളരെ വിശദമായിട്ടുള്ള എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻസ് ഒക്കെ നടത്തി സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നിട്ടുള്ളതെന്ന് കോടതിക്ക് ബോധ്യം വന്നു. അങ്ങനെ കോടതി ഇതിലെ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയാണ്. കാസർഗോഡ് സെഷൻസ് കോടതി ഹംസയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് അവാർഡ് ചെയ്യുന്നു. അപ്പോൾ സമീപകാലത്ത് അയാൾ പിന്നീട് ഹൈക്കോടതിയിൽ പോയി ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് ലൈഫായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹംസ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് ഒരു കാരണവശാലും തെളിയിക്കാതെ പോകുമായിരുന്നു എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി അവിടെ വെച്ച് കൊന്ന് ബറി ചെയ്ത ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് ഇവിടെ വന്ന് ഫയൽ ചെയ്തിരിക്കുന്നു. ഇത് ഇവിടുത്തെ പോലീസ്, ഇവിടെ ഇല്ലാത്ത ഒരു കേസ്, ഇവിടെ ഇല്ലാത്ത ഒരു ഡെഡ് ബോഡി, ഇവിടെ നിന്ന് മിസ്സാകാത്ത ഒരു കേസിലെ ഈ മിസ്സിംഗ് കേസ് റിവീൽ ചെയ്യുക ഒരു കാരണവശാലും സാധ്യമല്ലാതെ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമായിരുന്ന ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ട് പോകുമായിരുന്ന ഒരു കേസ് സ്റ്റഡി വളരെ വിദഗ്ധമായിട്ട് നമ്മളുടെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവ്മെന്റിലൂടെ നമ്മുടെ ക്രൈം ബ്രാഞ്ച് പോലീസ് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ട്രേസ് എവിഡൻസ് വെച്ച് ഓരോ ഘട്ടം നമ്മൾ അതിന്റെ സത്യത്തിലേക്ക്, ഇയാൾ പറയുന്ന വെർഷൻ കറക്റ്റ് അല്ല എന്നും സത്യം വേറൊന്നാണെന്നുള്ളത് നമ്മൾ തെളിയിച്ചു. അപ്പോൾ നമ്മുടെ ക്രൈം ബ്രാഞ്ച് ടീമിന്റെ പ്രൊഫഷണലിസത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സഫിയ മർഡർ കേസ്.